ഇത് എൻ്റെ കയ്യിലുള്ളത് 26/10/2016 മലപ്പുറം MCT ട്രെയിനിങ് കോളേജിൽ ചേർന്ന ചർച്ചായോഗത്തിൽ പങ്കെടുത്തവർ ഐക്യത്തിന്റെ ചർച്ചയാണിത്. ഒന്ന് അസ്ഗർ അലി, അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ, അലിമദനി, KP സക്കരിയ, സലിം സുല്ലമി പുറത്ത് മടവൂർ വിഭാഗത്ത്, അപ്പുറത്ത് അബ്ദുറഹ്മാൻ സലഫി, നാസർ സുല്ലമി, ഹനീഫ് കായക്കുടി, അബ്ദുസമദ് സുല്ലമി, ആദിൽ ലത്തീഫ്. ഇതിൽ പിന്നെ ഇയാളില്ലട്ടോ, അനസ് മൗലവില്ല. ജിന്ന് സിഹിർ വിഷയങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനം നേരത്തെ ചർച്ചകൾ നടത്തുകയും നിലപാട് സ്വീകരിക്കുകയും ചെയ്തതാണ്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. വ്യക്തമായ നസ്സ് ഇല്ലാത്ത ഗവേഷണാത്മകമായ വിഷയങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാമെങ്കിലും പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതും സാധാരണക്കാർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതുമായ അഭിപ്രായങ്ങളും വീക്ഷണങ്ങളും എഴുതിയും പ്രസംഗിച്ചും പ്രചരിപ്പിക്കാൻ പാടുള്ളതല്ല. ഇതാണ് തീരുമാനം. എന്ത് സിഹിറിന് ഹഖീഖത്തുണ്ടോ ഇല്ലേ, അത് ഇജ്തിഹാദിയ വിഷയം, ഗവേഷണാത്മക വിഷയമാണ്. അത് നമുക്ക് തർക്കിക്കണ്ട. അതുകൊണ്ട് ജിന്നും സിഹിറും മിണ്ടാൻ പാടില്ല. ഇതാണ് ഐക്യക്കരാറ്. അതല്ലാതെ KNMന്റെ വാദം മടവൂർ വിഭാഗം അംഗീകരിച്ചിട്ടില്ല. KNMന്റെ പ്രവർത്തകന്മാരെ നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളുടെ വഞ്ചിച്ചിരിക്കുന്നു. ആദർശ ഐക്യം നടന്നിട്ടില്ല. അതുകൊണ്ടാണ് പിന്നീട് വിചിന്തനത്തിൽ അസ്ഗർ അലിയുടെയും അബ്ദുറഹ്മാൻ സലഫിന്റെ ലേഖനം വന്നപ്പോൾ മടവൂർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഐക്യം പൊട്ടി എന്ന് പറഞ്ഞിട്ട് പുറത്തു പോയത്. ആദർശത്തിൽ അവർ ഒന്നിച്ചിട്ടില്ല, ഇന്നും ഒന്നിച്ചിട്ടില്ല. സാധാരണ നമ്മൾ ഉപ്പ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പിന്നെ ഉപ്പ് കാണൂല, അതാണ് ലയനം എന്ന് പറഞ്ഞത്. ഉപ്പ് വെള്ളത്തിൽ ലയിക്കുക എന്ന് പറഞ്ഞാൽ ഉപ്പ് പിന്നെ വെള്ളത്തിൽ കാണൂല, പിന്നെ വെള്ളം മാത്രമേ കാണൂ. ആ ഉപ്പിന് വേർതിരിക്കാൻ കഴിയില്ല. എന്നാൽ KNM മടവൂരും ലയിച്ചപ്പോഴോ അത് കല്ല് വെള്ളത്തിലിട്ട മോഡല. കല്ല് നമുക്ക് പിന്നെ വേറെ തന്നെ എടുക്കാം. ഇതേപോലെ തന്നെയാണ് ഏത് കമ്മിറ്റി ഉണ്ടാക്കുകയാണെങ്കിലും 2 KNM 2 മടവൂർ. ഇതെന്തിനാ ഇത് രണ്ടും ഒന്നായി? പിന്നെ ഇത് 2 തന്നെ ഈ തൂക്കൊപ്പിക്കണം എന്തിനാ? KNM സ്റ്റേറ്റ് കമ്മിറ്റി വന്നു, ഇത് തൂക്കൊപ്പിച്ചുള്ള കമ്മിറ്റിയാ. എന്നിട്ട് തൂക്കൊപ്പിക്കണ വെള്ളം ഉപ്പ് ലയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒക്കെ ഒന്നായില്ലേ? ഒന്നായിട്ടില്ല. ഹുസൈൻ മടവൂർ ആദർശം തിരുത്തിയിട്ടുണ്ടോ? ഈ ബുസ്താനിൽ വെച്ചുകൊണ്ടല്ലേ അനസ് മൗലവിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ഹുസൈൻ മടവൂർ പ്രസംഗിച്ചത്? എന്താ പ്രസംഗിച്ചത്? ജിന്ന് വസ്വാസ് മാത്രമേ ഉണ്ടാക്കുള്ളൂ. ധാരവാദ മടവൂരിന്റെ 2012 മുമ്പുള്ള വാദമാണ്. ആ വാദം തന്നെ ഹുസൈൻ മടവൂർ ഇപ്പോഴുള്ളത്. അയാൾ ഇപ്പോൾ KNM വൈസ് പ്രസിഡന്റ് ആണ്. ഹുസൈൻ മടവൂർ പറയട്ടെ. ഖുർആനിൽ പരലോകത്ത് പലിശ ഭുജിക്കുന്ന ആളുകൾ അവര് ജിന്നുബാധയേറ്റ് അവർ മറിഞ്ഞു വീണ ആളുകളെ പോലെ ആയിരിക്കും എന്നൊരു പ്രയോഗമുണ്ട്. ഒരു ഹദീസിൽ മനുഷ്യന്റെ രക്തം ഒഴുകുന്ന സ്ഥലത്ത് കൂടെ ഷെയ്ത്താൻ ഒഴുകും എന്ന ഒരു ഹദീസുമുണ്ട്. ആ പറഞ്ഞത് അത്രമാത്രമേ നമുക്കറിയൂ. തന്നെ വിശ്വസിച്ചാലും മതി. അത് വലിച്ചു നീട്ടി അതിന് വ്യാഖ്യാനം നൽകിയിട്ട് എല്ലാ മനുഷ്യനിലും ജിന്ന് പ്രവേശിക്കും എന്നൊക്കെ പറഞ്ഞു പരത്തിയപ്പോൾ അതിന്റെ ദുരന്തം നാം കണ്ടു. മനുഷ്യരുടെ രക്തത്തിലൂടെ ഷൈത്താൻ ഒഴുകുമെന്ന് പറഞ്ഞെടുത്ത് തന്നെ പറയുന്നുണ്ട്, മനുഷ്യന്റെ മനസ്സിൽ വസ്വാസ് ഉണ്ടാക്കും എന്ന്. ഇതിന്റെ അപ്പുറത്തെ ഗൈബിയായ കാര്യങ്ങൾക്ക് അതിന്റെ അപ്പുറത്തേക്ക് പറയാൻ ഖുർആനിലും സുന്നത്തിലും പഠിപ്പിച്ചതിന്റെ അപ്പുറത്തേക്ക് പറയാൻ നമുക്കാർക്കും യാതൊരു അധികാരവുമില്ല. ഓക്കെ, അധികാരമില്ല, ശരി. അവസാനം പറഞ്ഞ ശരി. പക്ഷെ നിങ്ങൾ പറഞ്ഞ ഖുർആനും സുന്നത്തും അല്ല. ബഹുമാന അനസ് മൗലവി, എന്റെ സുഹൃത്ത് അനസ് മൗലവി, നിങ്ങൾ ആ ബുസ്താനിൽ ഉണ്ടായിരുന്നില്ലേ? എന്തേ നിങ്ങൾ മറുപടി അറിയാഞ്ഞ്? നിങ്ങൾ പറഞ്ഞല്ലോ 18 or 19 വിഷയങ്ങൾ സിഹിറുമായി പിന്നെ ജിന്നുമായി ബന്ധപ്പെട്ടതുണ്ട്. അതൊക്കെ ഖുർആനിലുള്ളതാണ്. വസ്വാസ് മാത്രം എന്ന് പറഞ്ഞ ഖുർആനിനെതിരാണ്. നിങ്ങൾ പ്രസംഗിച്ചില്ലേ വടുതലയിൽ? ഈ ഹുസൈൻ മടവൂർ നിങ്ങളുടെ മൂക്കിന്റെ താഴെ വന്നിട്ട് ഖുർആനിനെതിരായി പ്രസംഗിച്ചിട്ട് മിണ്ടാൻ കഴിഞ്ഞ നമുക്ക് മിണ്ടൂല. അതാണ് ഐക്യം.